മഹാലക്ഷ്മി സീരിയലിന്റെ മഹാ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും എല്ലാവരും ചേർന്ന് മഹിയുടെ ആ ഒരു വളകാപ്പ് ചടങ്ങ് ഗംഭീരമായി തന്നെ ആഘോഷിക്കാനായിട്ട് തീരുമാനിക്കുന്നു. കമലേശ്വരത്ത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ തുടങ്ങി കഴിയണം. എന്തായാലും ഈ സമയം ശത്രുക്കൾക്കാണെങ്കിൽ അതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ദുർഗയും ഉണ്ണിയും കരുണയും ഈ ഒരു വളകാപ്പ് ചടങ്ങിൽ വെച്ച് മഹാലക്ഷ്മി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കില്ല എന്ന് അവർക്കും നല്ല ബോധ്യമുണ്ട്. എന്തായാലും എല്ലാവരും ഒത്തുകൂടുന്ന ചടങ്ങിൽ മാർക്കോയും ലോപ്പസും ഉണ്ടാകില്ല. കാരണം അവരാണെങ്കിൽ ഒരു ദൂരയാത്ര പോവുകയാണ്. കണ്ണനോടും മഹിയോടും അത് മുൻകൂട്ടി പറയുന്നുണ്ട്. അതറിയുന്ന ശത്രുക്കൾക്കാണെങ്കിൽ ഒത്തിരി സന്തോഷാവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അവരില്ലാതെ ഇരിക്കുന്ന ആ ഒരു അസാന്നിധ്യത്തിൽ എന്തും ചെയ്തു കൂട്ടാമെന്ന് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ അത് മനസ്സിലാക്കുന്ന മാർക്കോയാണെങ്കിൽ ഉണ്ണി രാത്രി എങ്ങോട്ടോ പോയി തിരികെ വരുന്ന സമയത്ത് ഉണ്ണിയുടെ കാറിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഉണ്ണിക്കാണെങ്കിൽ മാർക്കോയെയും ലോപ്പസിനെയും ഒരുമിച്ച് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. കാരണം താനാണ് മാർക്കോയുടെ അടുത്ത ഇര എന്ന് നല്ല ബോധ്യമുള്ളത് കൂട്ടത്തിലാണ് ഉണ്ണി. അങ്ങനെ ഉണ്ണി ഇറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എന്താ കാര്യമെന്നൊക്കെ. കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി പറയാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളകാപ്പ് ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. മഹിയുടെയും കണ്ണൻ സാറിന്റെയും സന്തോഷത്തിൽ എങ്ങാനും ഇടങ്ങോലിട്ടാൽ, അല്ലെങ്കിൽ മഹാലക്ഷ്മി എന്തെങ്കിലും ചെയ്യാമെന്ന് മനസ്സിൽ പോലും കരുതിയാൽ, ദേ ഈ നിൽക്കുന്ന മാർക്കോയും ഈ ലോപ്പസും വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. നിന്നെയൊക്കെ ശരിയാക്കും. പിന്നെ ഞങ്ങളിപ്പോ ഒരു യാത്ര തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിഞ്ഞാൽ ആ യാത്ര പകുതിക്ക് വെച്ച് നിർത്തി വന്ന് നിന്റെയൊക്കെ പൊടി പോലും ഇല്ലാതെയാക്കുമെന്ന് പറയുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ആകെ പേടിക്കുന്നു. എന്തായാലും ആ ഭീഷണിയിൽ ഉണ്ണി വീഴുന്നുണ്ട്. അങ്ങനെ അയാൾ താക്കീത് കൊടുത്തുകൊണ്ട് ലോപ്പിസും മാർക്കോയും അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഉണ്ണി കാര്യങ്ങളൊക്കെ തന്നെ ദുർഗയോടും കരുണയോടും വന്ന് പറയുന്നുണ്ട്. ദുർഗയ്ക്കും കരുണയ്ക്കും പേടി തോന്നുകയാണ്. കാരണം മാർക്കോ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അവർക്കും നല്ല ബോധ്യമുണ്ട്. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി തന്നെ മഹാലക്ഷ്മിയുടെ ആ ഒരു സന്തോഷകരമായ നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നോക്കി നിൽക്കുകയാണ്. വളകാപ്പിന്റെ പന്തലിടുകയും അതിൽ ആ കുഞ്ഞിക്കാലുള്ള പിക്ചറൊക്കെ വെക്കുമ്പോ തന്നെ ഉണ്ണിക്കും അതുപോലെ നമ്മുടെ കരുണയ്ക്കൊന്നും തന്നെ സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ദുർഗ പറയുന്നുണ്ട്, മോളുടെ ചടങ്ങായിരുന്നു ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചത്, ഈ തറവാട്ടിൽ ആദ്യമായിട്ട് നടക്കണമെന്നും വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാൻ, അതിലൊന്നും ദൈവം നമ്മളെ അനുഗ്രഹിച്ചില്ല. അപ്പോഴൊക്കെ നമുക്ക് സങ്കടം മാത്രം. ഇവൾക്ക് ഇങ്ങനെ സന്തോഷം വാരിക്കോരി കൊടുക്കുന്നു. ഓ, ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. ആ ദിവസം എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിയാൽ മതിയെന്നൊക്കെ പറയുമ്പോ അത് പറ്റില്ലല്ലോ. എന്റെ വീട്ടിലേക്ക് പോകാമെന്ന് അവിടെയും സമാധാനമില്ല. ഇനിയിപ്പോ ഇവിടെ നിന്നേ മതിയാകുള്ളൂ എന്നൊക്കെ കരുണയും തീരുമാനിക്കുകയാണ്. അങ്ങനെ ചടങ്ങ് ദിവസം വന്നെത്തിയിരിക്കുകയാണ്. എല്ലാവരും ഒത്തുകൂടുന്നുണ്ട്. ഈ സമയം ലേഖയും മഞ്ജുവും മഹാലക്ഷ്മിയെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹിയാണെങ്കിൽ അവരോടായിട്ട് പറയുന്നുണ്ട്, സത്യത്തിൽ എനിക്ക് നല്ല പേടി തോന്നുകയാണ്. എങ്ങാനും പ്രതാപൻ കയറി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചടങ്ങ് കുളമാവുക തന്നെ ചെയ്യും. താൻ പേടിക്കാതെ ഇരിക്കെ. ഇല്ല ലേഖെ, എന്റെ വയറിനകത്ത് ഇപ്പോഴും ഒരു കാളിച്ച ഉണ്ട്. അത് അത് എങ്ങനെ മാറുമെന്ന് എനിക്കറിയില്ല. സത്യങ്ങൾ കണ്ണേട്ടൻ അറിയുന്ന നിമിഷം വരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറയുമ്പോ, ഏയ്, സത്യങ്ങളൊന്നും കണ്ണേട്ടൻ ഇപ്പൊ ഒന്നും അറിയാൻ പോകുന്നില്ല. അയാൾ എന്തായാലും ഇവിടേക്ക് വരാനും പോകുന്നില്ല. കാരണം അവരാരും അതിന് സമ്മതിക്കില്ല. നിന്റെ മാത്രം ജീവിതമല്ല, ഇവിടെ അവരുടെ കൊച്ചുമോൾ ഉണ്ടല്ലോ. അതുകൊണ്ട് അവളുടെ ജീവിതം കൂടി സുരക്ഷിതയാക്കാനേ നോക്കുള്ളൂ എന്നൊക്കെ പറയണം. അങ്ങനെ വാമദേവനും ആ ഒരു ഫംഗ്ഷന് വേണ്ടി എത്തുന്നുണ്ട്. ഈ സമയം സാഗറും അനന്തവും കണ്ണനോട് സംസാരിക്കണം. കണ്ണൻ പറയണം, പ്രതാപൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്. എന്റെ മനസ്സ് പറയുന്നുണ്ട്, ഈ പ്രതാപനായിരിക്കുമോ ഞങ്ങൾ സഞ്ചരിച്ച ആ ഒരു സ്കൂട്ടറിൽ ഇടിച്ചു കയറിയതെന്ന്. ഇത് കേട്ടുകൊണ്ടാണ് വാമദേവൻ എത്തുന്നത്. അയാളാണെങ്കിൽ അതൊക്കെ തന്നെ മാറി നിന്ന് കേൾക്കുകയാണ്. കണ്ണന്റെ സംശയങ്ങളൊക്കെ കേട്ടതിന് ശേഷം വാമനാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം കണ്ണൻ ഏകദേശം സത്യത്തിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് വാമനം ബോധ്യപ്പെടുകയാണ്. പിന്നീട് തന്റെ മകളുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മോഹിനി. ഈ സമയം അവിടേക്ക് മുത്തശ്ശി എത്തുന്നുണ്ട്. എങ്ങോട്ടാടി കെട്ടി ഒരുങ്ങി പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ അമ്മയ്ക്ക് അറിയില്ലേ, ഞാൻ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ, ഇന്ന് കമലേശ്വരത്തിൽ എന്റെ മോളുടെ വളകാപ്പ് ചടങ്ങ് നടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ, അതുപോലെ ഒന്ന് നടക്കേണ്ടതായിരുന്നു നിന്റെ ചെറിയ മോളുടെ. ആ, നടക്കേണ്ടതായിരുന്നു. അതാൽ നിങ്ങൾ രണ്ടുപേരും തന്നെയല്ലേ തല്ലിക്കെടുത്തിയത്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനായി എന്നൊക്കെ ഇങ്ങനെ മോഹിനി ചോദിക്കുന്നുണ്ട്. ദേ, ഇവിടെയുള്ളവനെ
ശ്രദ്ധിക്കാതെയാണോ നീ പോകുന്നേ? ഇവനെങ്ങാനും അങ്ങോട്ട് വന്നാലുള്ള അവസ്ഥ നീ ഓർത്തിട്ടുണ്ടോ? ആ, അങ്ങോട്ട് വന്നാൽ എന്താ? നിങ്ങളുടെ കൊച്ചുമോളുടെ ജീവിതം ചിന്നിച്ചിതറിപ്പോവും, അത്ര തന്നെ. ഓ, എന്റെ കൊച്ചുമോളുടെ ജീവിതം മാത്രമാണോ തകർന്നു പോകാൻ പോകുന്നത്? എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് അവനോട് ഒരു വാക്ക് പോലും പറയാതെ ഇപ്പോഴും ഊമക്കള്ളിയായിട്ട് അവിടെ ഒരുത്തി ഇരിക്കുന്നില്ലേടി നിന്റെ മകൾ? അവളുടെ ജീവിതവും അതേപോലെ ചിതറിപ്പോകുമെന്നൊക്കെ പറയുമ്പോ മോഹിനിയാണെങ്കിൽ ഒന്ന് പതറുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ എന്നെയും കൂടി കൊണ്ടുപോകും മോഹിനി എന്നൊക്കെ പറഞ്ഞ് ഒരു കൊച്ചുകുട്ടിയെ പോലെ വാശി പിടിക്കുകയാണ്. ഈ സമയം മുത്തശ്ശിയും മോഹിനിയും അത് കാര്യമാക്കുന്നില്ല. മോഹിനി പോയതിനു ശേഷം പ്രതാപനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തിന്റെ കേടാണടാ, ഒന്ന് മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനെ വഴക്ക് പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ കൊച്ചുകുട്ടികളെ പോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയതിനു ശേഷം, ദേ തള്ളേ, എന്നോട് ഒരുപാട് സംസാരിക്കാൻ വന്നേക്കരുത്. നിങ്ങളല്ലേ എന്റെ അമ്മായിയമ്മയെ വിഷം വെച്ച് കൊന്നതെന്നിങ്ങനെ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. എന്തൊക്കെയാ ഈ പ്രതാപൻ വിളിച്ചു പോകുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.